കരൂർ ദുരന്തത്തിൽ മുൻകൂർ ജാമ്യം തേടി ടി.വി.കെ നേതാക്കൾ സുപ്രീംകോടതിയിൽ. നേതാക്കളായ ബുസി ആനന്ദും CTR നിർമ്മൽകുമാറുമാണ് കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. ധനസുമോദ് ചേരുന്നുണ്ട്. ധനസുമോദ്, നേതാക്കളുടെ ആവശ്യം എന്താണ്? വിവരങ്ങൾ എങ്ങനെ? തങ്ങളെ അറസ്റ്റിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് പ്രധാനമായും ഈ രണ്ട് നേതാക്കൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചെങ്കിലും കോടതി തള്ളുകയായിരുന്നു. മാത്രമല്ല കോടതി നിശ്ചിതമായ വിമർശനം തന്നെയായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണ് കോടതി വിശേഷിപ്പിച്ചത്. മാത്രമല്ല വിജയെ പ്രതിയാക്കിയിട്ടില്ലെങ്കിൽ നടൻ വിജയെ പ്രതിയാക്കിയിട്ടെങ്കിലും ഒരു വിജയ് പേടിയെ സർക്കാരിന്റെ ഒരു വിജയ് പേടിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അന്ന് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ കുട്ടികളടക്കം മരിച്ചിട്ടും വിജയ് സ്ഥലം സന്ദർശിച്ചില്ലെന്നും അണികളെ ഉപേക്ഷിച്ച ആൾക്ക് നേതൃഗുണം ഇല്ലെന്നുമാണ് സുപ്രീം കോടതി ഇന്നലെ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയും അദ്ദേഹത്തിന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇടയുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കാര്യം ഹൈക്കോടതിയിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് എന്തുതരം പാർട്ടിയാണ് എന്നുവരെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള എല്ലാ പരാമർശങ്ങളും റദ്ദാക്കണം. മാത്രമല്ല ഈ നേതാക്കന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് മുൻകൂർ ജാമ്യം വേണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഹർജി ഫയലിലെത്തി എത്താൻ താമസമുണ്ടെങ്കിൽ പോലും നാളെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി രാവിലെ 10:00 തന്നെ മെൻഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.